കഴിഞ്ഞ 2-3 ദിവസമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം. അതിൽ പ്രധാനമായി എല്ലാവരും കാണുന്നത് ഗൾഫ് കൺട്രീസിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകളെക്കുറിച്ച് തന്നെയാണ്. അതിൽ പേർലി മാണിയുടെ അനിയത്തി റേച്ചൽ മാണിയുമുണ്ട്. റേച്ചലും റൂബനും 2 ആൺകുട്ടികളും ദുബായിൽ വെക്കേഷൻ ആഘോഷിക്കാനായി പോയ സ്ഥലത്താണ് ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപ് ബുർജ് ഖലീഫയിൽ പോയതും കുട്ടികളോടൊപ്പം സമയം ചിലവഴിച്ചതും സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ വെക്കേഷനൊക്കെ ആഘോഷിച്ചതും റേച്ചൽ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ വെടിയൊച്ചകളാൽ ഭയന്നുകൊണ്ടും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഞങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത്. വീട്ടിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും പ്ലാനിന് അതീതമായാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മക്കളെയും കൊണ്ടിങ്ങനെ ജീവിക്കുന്നത് വളരെ പ്രയാസകരമാണ് എന്ന് മനസ്സിലാക്കുന്നുവെന്ന് റേച്ചൽ പറയുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. റേച്ചലിൻ്റെ വാക്കുകൾ പ്രേക്ഷകർ വളരെയധികം തന്നെ കേൾക്കുന്നുമുണ്ട്. മക്കളുമായി ബുർജ് ഖലീഫയിൽ പോയ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് എന്നാൽ ഇപ്പോൾ ഇങ്ങനെയല്ല സിറ്റുവേഷൻ പോകുന്നതെന്ന് റേച്ചൽ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. പ്രേക്ഷകർ അത് കാണുകയും ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അത് സംസാരിക്കുന്നത്. റേച്ചലും മക്കളും വെക്കേഷൻ ആഘോഷിക്കാനാണ് ദുബായിലെത്തിയത്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല, എന്നാൽ ആർക്കും തന്നെ അതൊരു ബുദ്ധിമുട്ടായി മാറാത്ത രീതിയിൽ പോകണമായിരുന്നുവെന്നും എങ്ങും സമാധാനം മാത്രം നിലനിൽക്കട്ടെ എന്നുമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാനുള്ളതെന്നും പറയുന്നു. അതേസമയം ദുബായിലുള്ളവരും UAEയിലുള്ള എല്ലാവരും സുരക്ഷിതരാണോ എന്ന് ചോദിച്ചുകൊണ്ട് പേർലി മാണിയും എത്തിയിട്ടുണ്ടായിരുന്നു. സ്വന്തം അനുജത്തി അവിടെ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ പേർലിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെയാണ് പേർലി അത് ചോദിച്ചതും. ഇപ്പോഴത്തെ റേച്ചലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ റേച്ചലും 2 ആൺമക്കളും റൂബനും അവിടെ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. വെക്കേഷൻ അവസാനിച്ച് പോകാനിരുന്ന ശനിയാഴ്ചയാണ് ഈ യുദ്ധം പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച അവർക്ക് പോകാൻ സാധിച്ചില്ല. അവരുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുകയും ചെയ്തു. അതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ റേച്ചലും റൂബനും മക്കളുമായി ഇപ്പോൾ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നത്. വളരെ വിഷമമുള്ളൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു. പെട്ടെന്നാണ് എല്ലാം മാറിയത്. ഒന്നും പ്ലാൻ അനുസരിച്ച് പോകില്ല എന്നും ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല എന്നും വിധിയും ദൈവത്തിൻ്റെ കൽപ്പനയും അതനുസരിച്ച് മാത്രമേ നടക്കൂ എന്നും ഇതോടെ മനസ്സിലായി എന്നും ഇപ്പോൾ റേച്ചൽ തന്നെ പറയുകയാണ്. റേച്ചൽ ഇത്തരത്തിൽ പറയുമ്പോൾ തന്നെ എന്തുമാത്രം വിഷമമുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ മകൻ ഇപ്പോൾ തീരെ വയ്യാത്തൊരവസ്ഥയാണ്. എല്ലാവരും അടുത്തൊരവസ്ഥയാണ്. എല്ലാവരും ഭയന്നിട്ടുണ്ട്. സൗണ്ടൊക്കെ കേട്ട് 2 ആൺമക്കളും ഇപ്പോൾ ഭയന്നിരിക്കുകയാണ് എന്ന് റേച്ചൽ പറയുന്നു. അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നും എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ വളരെയധികം പ്രയാസകരമാണ്. ഇങ്ങനെ ഒരിക്കലും നേരിടേണ്ടി വരുമെന്ന് കരുതിയിരുന്നില്ലല്ലോ. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. റേച്ചൽ മാണി ഇപ്പോൾ അവിടെ പെട്ടുകിടക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. റേച്ചലിന് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. റേച്ചലിന് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. പേർലിയോളം എല്ലാവരുടെ അടുത്തും വളരെയധികം പ്രശസ്തമായ ഇൻഫ്ലുവൻസറായി നിൽക്കുന്നില്ലെങ്കിൽ പോലും റേച്ചലിനോടുള്ള സ്നേഹം പ്രേക്ഷകർ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. പേർലിയുടെ അനിയത്തി എന്ന സ്നേഹം പ്രേക്ഷകർക്ക് റേച്ചലിനോടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.